രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം ചിങ്ങവനം സെന്റ് ജോൺസ് പുത്തൻപള്ളിയിൽ ജ്ഞാനായ സമുദായ ദിനവും ജ്ഞാനായ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അടുത്തിടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികൾക്കും പുരോഹിതർക്കും നേരെ അക്രമം നടക്കുന്നു. ലോകം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമായി കാണുന്ന ക്രിസ്തുമസ് ദിനത്തിൽ ആരാധനാലയങ്ങൾക്കുള്ളിൽ അതിക്രമിച്ചു കയറി അക്രമം നടക്കുന്നു. ക്രിസ്മസ് കരോളിന്റെ നേർക്കും അക്രമം അഴിച്ചുവിട്ട് വർഗീയത ഇളക്കിവിടാൻ ശ്രമം നടക്കുന്നുവെന്നും ഇതിനെല്ലാം ഭരണകൂടം ഒത്താശ നൽകുന്നുവെന്നത് ഗൗരവതരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന നിലയുണ്ടായി. ക്രിസ്മസ് കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്നതും അലങ്കാരങ്ങൾ നശിപ്പിക്കുന്നതും കണ്ടില്ലേ? ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ നടക്കേണ്ടതാണോ? ക്രിസ്മസ് എന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം ആഘോഷമല്ല, അത് മനുഷ്യ സാഹോദര്യത്തിന്റെ ഉത്സവമാണ്. ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിഭാവങ്ങളെ പുറത്തേണ്ട വേളകളിൽ വിദ്വേഷത്തിന്റെ കരുതൽ വീഴ്ത്താൻ ചിലർ ശ്രമിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങളെല്ലാം ഭരണകൂട ഒത്താശയോടെയാണ് നടക്കുന്നത് എന്നതാണ് ഗൗരവമായ കാര്യം. വർഗീയ സംഘർഷങ്ങൾ നടക്കാത്ത ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നായി കേരളം നിൽക്കുകയാണ്. LDF ഭരണത്തിന് കീഴിലായതുകൊണ്ട് മാത്രമാണെന്നും മതനിരപേക്ഷത തകർക്കുന്ന കലാപങ്ങൾ അത് ആര് നടത്താൻ തുനിഞ്ഞാലും അനുവദിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വർഗീയത ഇളക്കിവിടാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ് അധ്യക്ഷനായി. മന്ത്രി VN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രളയകാലത്ത് ജ്ഞാനായ സമൂഹത്തിന്റെ സഹായങ്ങൾ ഉണ്ടായത് മന്ത്രി അനുസ്മരിച്ചു. ജോസ് കെ മാണി MP, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രമോദ് നാരായണൻ, ചാണ്ടി ഉമ്മൻ, CSI ബിഷപ്പ് മലയിൽ സാബു കോശി, സമുദായ സെക്രട്ടറി TO എബ്രഹാം തോട്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഗമത്തിന് മുൻപ് നടന്ന മഹാറാലിയിൽ ആയിരക്കണക്കിന് ഇടവകാംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.